രാവിലെ തന്നെ റെഡി ആയിട്ടൊരു കല്യാണത്തിന് പോകാൻ പോവാം. രാവിലെ എന്ന് പറയുമ്പോൾ 5 മണിക്ക് എണീറ്റതാണ്. കല്യാണത്തിന് രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരുങ്ങിയെന്നു. പക്ഷെ പോയത് 8 മണി കഴിഞ്ഞിട്ട്. ആഹാരമൊന്നും വെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. നേരത്തെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ ആര്യസി കയറി മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നേരെ വീട്ടിൽ നിന്ന് അങ്ങ് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി. നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അവിടെ ആ വണ്ടി വരുന്നത്. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുന്നത് ട്രെയിനിലായതുകൊണ്ട് വണ്ടി കൊണ്ടുപോയി സ്റ്റേഷനിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ചിട്ട് നേരെ കാറിൻ്റെ അടുത്തോട്ട് പോയി. കാറിൽ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും മോളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി നേരെ പുനലൂരോട്ട് വിട്ടു. പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറിയപ്പോൾ അവിടുന്ന് 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് ഒരു ബോട്ടിൽ വെള്ളം കിട്ടി. പക്ഷേ അത് ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. ഞാൻ മുമ്പ് അങ്ങനെ കേട്ടിട്ടേ ഇല്ല. പെട്രോൾ അടിക്കുമ്പോൾ ഇങ്ങനെ ബോട്ടിൽ വെള്ളം കിട്ടുന്ന കാര്യം ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ കാണുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ പുനലൂരൊക്കെ എത്തി. പുനലൂർ എത്തുന്നതിന് മുമ്പ് നല്ല ഉറക്കമായിരുന്നു വണ്ടിക്കകത്തിരുന്നു. കാര്യം ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം കാണത്തില്ലല്ലേ. അതുകൊണ്ട് രാവിലെ 5 മണി വരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്ന് അവിടെ ചെന്ന് പിന്നെ വണ്ടി ഇരുന്ന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങി ഛർദിലൊക്കെ ആയിരുന്നു. വീട്ടിൽ ചെന്ന് ഇച്ചിരി നേരം അവിടെ കിടന്ന് കാര്യമെല്ലാം കഴിഞ്ഞ് അതായിരുന്നു കേട്ടോ കല്യാണ വീട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് കാറിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ പോയി. കാര്യം ചേട്ടനും ചേച്ചിയും തിരിച്ചു വരുന്നില്ല. അവർ പിന്നെ കാറിൽ വരത്തോളൂ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് പിന്നെ പരവൂരോട്ടുള്ള ട്രെയിനിൽ കയറി നേരെ തിരിച്ചു വരുമായിരുന്നു. സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അച്ഛനെ വിളിക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.